എന്നെ എന്റെ അനിയനെ തമ്മിൽ എന്റെ മകൻ തന്നെ തെറ്റിച്ചു. പേടിക്കണ്ട. കല്യാണത്തിന് ചെല്ലാത്തതുകൊണ്ട് ഈ കുടുംബമായി ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലെന്നാ അനിയൻ വിളിച്ച് പറഞ്ഞത്. അറിയോ, അവൻ കല്യാണത്തിന് ചെന്നിട്ടില്ല, എവിടെ പോയെന്നൊരു വിവരമില്ല. മര്യാദയ്ക്ക് നീ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? നീ വലിയ കാര്യത്തിൽ എന്നോട് പറയുന്നത് എന്താ? അവന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ. ഞാൻ അവർക്ക് ഫോൺ ചെയ്യണം, ഞാനൊരു കള്ളുകൂടിയാണോ എന്ന് ചോദിച്ചാൽ അവരെന്നെ കളിയാക്കണം. അത് കേട്ട് ഞാൻ അവമാനപ്പെടണം അല്ലേ? എന്റെ പേര് കളയാൻ. എന്റെ തന്തപ്പൊടിയാ, ആള് മഹാ സ്ട്രിക്റ്റാ. കബഡി കളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വിടത്തില്ല. അതുകൊണ്ടാ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞ് മധുരയ്ക്ക് വന്നത്. ഞാൻ പഠിച്ച് ഗവൺമെന്റ് ജോലിക്ക് പോകണമെന്നാ വീട്ടിലെല്ലാവർക്കും. പക്ഷെ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. എന്റെ ശരീരക്കൂറിന് പറ്റിയത് കബഡിയാ. നാഷണൽ ലെവലിൽ ചാമ്പ്യൻ ആവണം, അതാണ് ഐഡിയ. പോയി മുഖം കഴിട്ടോ. കല്യാണത്തിന് പോയ ചെറുക്കിന് എന്ത് പറ്റിയെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ നിങ്ങൾക്ക് അവിടെ ആരും കല്യാണത്തിന് ചെല്ലാത്തതിന്റെ ഒരു പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരും കല്യാണത്തിന് പോകണ്ടെന്ന്. എന്റെ മോൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരണേ. എന്റെ അമ്മയെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്നെ ജീവനാ. അച്ഛനറിയാതെ എനിക്ക് ഒരുപാട് കാശ് തരും. അച്ഛൻ വഴക്ക് പറയുമ്പോഴൊക്കെ അമ്മ എനിക്ക് സപ്പോർട്ട്. ചേട്ടൻ വലിയ കള്ളനാണ് അച്ഛാ. അവൻ നമ്മളെയൊക്കെ പറ്റിച്ചേ കബഡി കളിക്കാൻ പോയിട്ടുണ്ടാവും. പോകുന്ന സമയത്ത് പുസ്തകം താഴെയിട്ട് ആക്ട് ചെയ്തില്ലേ? എന്റെ അനിയത്തിയാ, ഭയങ്കര ഡേഞ്ചറസാ. ഞാൻ ഇറക്കുന്ന നമ്പറൊക്കെ കണ്ടുപിടിക്കില്ല അവളുടെ ജോലി. എന്നാ കൊച്ചു പെണ്ണായതുകൊണ്ടേ അവള് പറയുന്ന ആരും കാര്യമാക്കാറില്ല. അവനിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിട്ടോ. ഇതാ അസുരത്തിന്റെയാ. അകത്ത് പോയി ഒരു അറ്റൻഡൻസ് വെച്ചിട്ട് വരാം. അടിക്കച്ച, നല്ലോണം അടിക്കേ. കല്യാണത്തിന് പോകാതെ വന്നതിന് എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യത്തിലല്ലേ ഇരിക്കുന്നത്. അച്ഛന്റെ ദേഷ്യം തീരുന്നവരെ അടിച്ചോ, ശരിക്കും അടിച്ചോ, അടിച്ചോ. ഇവിടെ പറഞ്ഞത് ഒളിഞ്ഞിരുന്ന് കേട്ട് വന്ന പോലെ. ഒരു അച്ഛന്റെ മനസ്സ് മകന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നീ ഒന്നും മിണ്ടാതിരിക്കേ, ഇത് കളിക്കാനുള്ള നേരാ. അച്ഛാ, ഞാൻ കല്യാണത്തിന് പോകാത്തതിന്റെ കാരണം ഈ ബിസ്ക്കറ്റാ. എന്താ കാരണം ഇവിടെ ഒന്ന് ചോദിച്ചമ്മേ. എന്താ മോനെ? ക്യാച്ചടാ, ഞാൻ ട്രെയിനിൽ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കാൻ വന്നു. ഞാനും അവനോട് സംസാരിച്ചു. അതിനിടയ്ക്ക് അയാൾ എനിക്ക് ബിസ്ക്കറ്റ് തന്നു. കണ്ടവരുടെ കയ്യിൽ നിന്ന് എന്തിനാ നീ ബിസ്ക്കറ്റ് വാങ്ങി തിന്നത്? അയാൾ അച്ഛനെ പോലെ ഡീസന്റ് ആയിരുന്നമ്മേ. ശരി ശരി, പിന്നെന്താ നടന്ന്? ഇതിന്ന് ഒരേ ഒരു ബിസ്ക്കറ്റ് തിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണു തുറന്ന് നോക്കുമ്പോ തിരുനെൽവേലി സ്റ്റേഷനിൽ ഞാൻ തനിച്ചങ്ങനെ നിൽക്കുക. തിരുനെൽവേലി സ്റ്റേഷനിൽ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇരിക്കുവായിരുന്നു. ഇപ്പൊ അതാണോ പ്രശ്നം? എന്താ അമ്മ ഇവളിങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നേ? അവൾ അങ്ങനെയാടാ. നീ പറ, എവിടെ അച്ഛാ വിട്ടത്? തിരുനെൽവേലി സ്റ്റേഷനിൽ. തിരുനെൽവേലി സ്റ്റേഷനിൽ ഞാൻ. ഇപ്പൊ നീ എന്തിനാ പള്ളിക്കൂടത്തിൽ പോകുന്നേ? പള്ളിക്കൂടം അല്ലടാ, വെള്ളിക്കുടം. വെള്ളിക്കുടം അത് വെള്ളയല്ലേ? അതിനിപ്പോ എന്താ വെള്ളിക്കുടം? അത് ഞാൻ കൊണ്ടുപോയല്ലോ. ആലോചിക്കുന്നോ? നടന്നു അതുപോലെ പറയുന്നതിന് ആലോചിക്കുന്നതിനാ? എനിക്ക് ബിസ്ക്കറ്റ് തന്നെ ബോധം കെടുത്തിയത് ആ വെള്ളിക്കുടം അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയല്ലേ? അടിച്ചോണ്ട് പോയി. റെയിൽവേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ലേ? ഇതൊരു നല്ല ചോദ്യം. മറുപടി പറയടാ. ഒരു പോലീസ് ഓഫീസറുടെ മകനല്ലേ ഞാൻ തന്നെ മോഷണത്തിന് കേസ് കൊടുത്ത് എന്റെ അച്ഛൻ അപമാനം വരുത്തി വെക്കണോ? ഇമ്പോസിബിൾ. അച്ഛൻ ഇനി എന്നെ വിശ്വാസമായിട്ടില്ല. അച്ഛനെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളമ്മേ. അച്ഛൻ ഞാൻ പറഞ്ഞ എല്ലാം സത്യം. ഭുവന നിന്നാണ്. എന്നാ എന്റെ അമ്മയാണ്. നീ 10th സ്റ്റേറ്റ് ഫസ്റ്റ് ആവുമെന്ന് മുത്തശ്ശിയുടെ തലയിൽ തൊട്ടാ സത്യം ചെയ്ത്. പാവം മുത്തശ്ശി. അച്ഛനാണ്. അയ്യോ വേണ്ട. ഇല്ലമ്മേ, സത്യത്തെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്യോ? അയ്യോ അയ്യോ, അച്ഛൻ്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കേ, കണ്ടുപിടിച്ചു തരും. എന്താടി പ്രസംഗി? അവനോട് വഴക്ക് കൂടണ്ട. ഇന്നാ എപ്പോ നോക്കിയാലും രണ്ടും കൂടെ വഴക്ക് തന്നെ. ശരി ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇതിൽ വെച്ച പൂരി എവിടെ? വെരി സോറി, അച്ഛൻ ഇനിയും പൂരി വെച്ചിട്ടില്ല. ഞാൻ കണ്ടതല്ലേ. 24 മണിക്കൂറും കാക്കി കൂപ്പായിട്ട് ശീലിച്ച അച്ഛന് പൂരി കണ്ടാലും കാക്കയാന്നേ തോന്നുന്നു. വെച്ച പോലെ ഉണ്ടായിരുന്നല്ലോ. വെച്ചത് അച്ഛനല്ല, ഇവക്കാ. കണ്ടില്ലേ? കാണുന്നില്ലെന്ന് പറഞ്ഞു 12 പൂരി ഒറ്റ ഇരിപ്പിനവളിരുന്ന് അകത്താക്കി. പൂരി ഉണ്ടോ? അയ്യോ അച്ഛാ, പൂരിയെല്ലാം തീർന്നുപോയി. അമ്മേ, അച്ഛൻ ആ പഴങ്കഞ്ഞി ഇച്ചിരി കൊടുത്തേ, പാവം വിശക്കുന്നു. നീ കഴിച്ചോ മോനെ? ഇന്നാ എന്റെ അമ്മയുടെ പ്രിപ്പറേഷനാ, സൂപ്പറാ. ഇന്നാ കഴിക്കേ.
ഡേയ് എന്താ അവിടെ ഒരു ശബ്ദം? ഞാൻ തന്നെ അച്ഛാ. വെള്ളം കൊണ്ടുവരട്ടെടാ മോനെ. ഇല്ല വേണ്ട, ഞാൻ തന്നെ വരാം. വെള്ളം എടുത്തിട്ട് വരാം. എന്താടാ വെള്ളം ഇവിടെ നിന്ന് കുടിച്ചൂടെ? അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ വെള്ളം അടിക്കുന്ന അത്ര ശരിയല്ലല്ലോ അമ്മേ. ഞാൻ അകത്ത് പോയി കുടിച്ചോളാം. നമ്പരൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതെന്താ എക്കളിന്റെ ശബ്ദം ഡബിൾ ആയിട്ട് കേൾക്കുന്നേ? കേട്ടില്ലേ, ചിരിക്കുമ്പോ പോലും ഡബിൾ ആയിട്ടല്ലേ കേൾക്കുന്നത്. ഇതിന്റെ പേരാണ് എക്കോ. വാസ്തു ശരിയല്ല, വീട് മാറണം. എന്നാ നമുക്ക് ഈ വീടങ്ങ് വിറ്റാലോ? കഴുത, ഇത് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് അടി. ഇവിടെ നോക്ക്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കെ. നിനക്ക് അമേരിക്ക പോകാനുള്ള പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, നീ സമാധാനമായിട്ടുറങ്ങ്. ഞാൻ മുകളിലുണ്ടാവും. ഗുഡ് നൈറ്റ്. എടാ നീ ആരെ അടിച്ചിട്ട് വന്നേന്നറിയോ? അറിയാം. എടാ നിന്നെ തല്ലാനായിട്ട് ആയിരക്കണക്കിന് ഗുണ്ടകൾ വരുവാടാ. വന്നിരുന്നു. വന്നെന്നോ? എടാ നിന്നെ കൊന്നുകളയൂടാ. ട്രൈ ചെയ്തു. അവന്റെ അച്ഛൻ മിനിസ്റ്ററാടാ. ഗവൺമെന്റ് അവരുടെ കയ്യിലാ. നിന്നെ പിടിച്ചകത്താക്കാൻ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. പിടിച്ചാ പിടിക്കട്ടെ. ഇപ്പൊ പെണ്ണെവിടെയാടാ? ആരും അറിയാതെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. മച്ചാൻ നിന്റെ വീട്ടിലാണോ ഇരിക്കുന്നത്? അതെ, നിങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കെ ഏർക്കാട്ടിൽ എനിക്കൊരു അമ്മാവനുണ്ട്. കുറെ കാലമായി കാട്ടിലേക്ക് വാന്ന് പറയുക. ഞാൻ പോയിട്ട് ഒരു 7-8 കൊല്ലം കഴിഞ്ഞിട്ട് വരാം. എന്താടാ? പിന്നെ എന്നടാ, കമ്പിയക്കട പോകുന്ന കറണ്ട് എടുത്ത് കക്ഷത്തിൽ വെക്കണോ? അവന്റെ അച്ഛൻ വലിയ പോലീസുകാരനാ. അയാളങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ എല്ലാത്തിനും തൂക്കിയെടുത്തിട്ട് പോയി ഒരു പരിവാക്കി തരും. ഞാൻ എന്റെ അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് 10 വർഷം കഴിഞ്ഞു വരാം. ഏയ്, അവൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഒരു കൈ നോക്കിയിട്ട് പാസ്പോർട്ടും വിസ എടുത്ത് അവളെ അമേരിക്കയിലേക്ക് അയക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യ്, ഇല്ലെങ്കിൽ പൊയ്ക്കും. ഡേയ്, അവനൊരു തീരുമാനം എടുത്താ അതെടുത്തു തന്നെയാ. എന്ത് വന്നാലും ശരി, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. അല്ലടാ? ഡേയ്, മധുര മാച്ചിൽ നിങ്ങൾ ഞങ്ങൾ മണ്ണ് തിരിച്ചില്ലടാ. ആരാടാ മണ്ടിരുന്നത്? നരിയാണോ ഞാൻ? ഓടായി നരി. നരി, കണ്ടില്ലേടയാ, മധുര മാറ്റിൽ നീ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ നാക്ക് പൊങ്ങുമായിരുന്നോ? ടെൻഷൻ ആകാതെ. ഈ ചുറ്റുപാടിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം. മാച്ച് കഴിയുന്നതുവരെ. ഫൈനലിൽ കാണാം. എടാ വേലു, എഴുന്നേക്കടാ. എന്തൊരു ഉറക്കായത്. മണി 8 ആയി. എണീക്കടാ. മൂടി പൊതച്ച് കിടക്കുക. എന്തൊരു ഉറക്ക. വേലു, എണീക്കടാ. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. എന്ത് ചോദിച്ചാലും ഒരേ മറുപടിയാ. പഠിക്കാനുണ്ടായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി. എന്തൊരു കഷ്ടം ഇത്. ഒക്കെ ഞാൻ തന്നെ അടുക്കി വെക്കണം. എന്താടി? കണ്ണാടി കണ്ടോ അമ്മേ? ആ, എല്ലാം എന്നോട് ചോദിച്ചോണ്ടിരുന്നോ? എന്താടി? ഇങ്ങോട്ടൊന്ന് നോക്കി. ഈ മടിയും കാപ്പി കുടിച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങുവാ. അവന് ഞാൻ വെച്ചു. അയ്യോ, എന്തിനാടാ കരഞ്ഞേ? അമ്മാ. மருதமலை 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 முருகா. എന്താടാ മുരുകന്? மருதமலை மாமணியே முருகையா, தேவரின் குலங்காக்கும் வேலையா. ஐயா, എന്താ പതിവില്ലാത്ത ഭക്തിഗാനം? നിനക്ക് എന്ത് പറ്റി? ഇന്ന് തൈപ്പൂയോ അല്ലേ? ഇന്ന് തൈപ്പൂയോ അല്ലല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞ. ഇന്ന് തൈപ്പൂയോ അല്ല. അതുകൊണ്ട് മുരുകനെ മറക്കാൻ പറ്റുമോ? നെവർ. ചടുകുടു ചന്ദനം ചടുകുടു ചന്ദനം ജിം ചക്ക ജിം ചക്ക ജിം ചക്ക. അമ്മേ, എന്റെ പിങ്ക് കളർ ചുരിദാർ എവിടെയാ? എന്താടി, കബോർഡിൽ തന്നെയല്ലേ ഇരിക്കുന്നേ? എടുത്തൂടെ? എന്താ? എന്റെ ഡ്രസ് എടുക്കണം. ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല. പിങ്ക് കളർ ചുരിദാർ ഇതിനകത്തുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ. നിനക്ക് വേറെ ഡ്രസ്സൊന്നുമില്ലേ? പിങ്ക് കളർ ചുരിദാർ തന്നെ ഇടണോ? ശരി. എന്താ? ഒന്നുമില്ല. ദേ ഇതാ, ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്.
ചെയ്യാടാ ഇവിടെ? ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ 2 കാര്യം മുടക്കാൻ പാടില്ല. എന്താ അത്? ഒന്ന് ഈശ്വരനെ വണങ്ങണം, അത് നമുക്ക് നല്ലത്. പിന്നെ ഒന്ന് കുളിക്കണം, അത് ചുറ്റുമുള്ള എല്ലാവർക്കും നല്ലത്. പോയി കുളിക്കടാ. അമ്മ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചല്ലോ. എടാ, സുന്ദരിയായൊരു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. ബൊമ്മയമ്മേ. കണ്ടിട്ട് ജീവനുള്ള പെണ്ണിനെ പോലെ ഉണ്ട്. അതെ, ഞാൻ തന്നെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടൊന്ന് ബൊമ്മയാക്കി വെച്ചിരിക്കല്ലേ. പോയി പണി ചുമ്മാ ഇരിക്കടാ. നന്നായിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു കുറവ് പോലെ ഉണ്ട്. ഓ, പൊട്ടില്ലല്ലേ? ആ, ഇപ്പൊ എന്താ ഒരു പൊട്ട് വെക്കണോ? അത്രയല്ലേ ഉള്ളൂ. താ, ഞാൻ തന്നെ വെച്ചേക്കാം. ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്. പോയി കുളിക്കടാ.